ഹലോ എവ്രി വൺ. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ബുക്ക് പരിചയപ്പെടുത്താനാണ് വന്നത്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയുന്ന ആളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായി വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ദ സീക്രട്ട് ബൈ റോണ്ട ബൈൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ബുക്കാണ് ദ സീക്രട്ട്. ഇതിൽ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പോസിറ്റീവ് കോട്ട്സുകൾ കാണാൻ പറ്റും, അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തത് നമുക്കിതിൽ കാണാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷൻ, പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വിഷ്വലൈസേഷൻ, ഇതൊക്കെയാണ് ഈ ബുക്കിലുള്ള മെയിൻ മെസ്സേജസ്. ലോ ഓഫ് അട്രാക്ഷൻ, യൂണിവേഴ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന് കൂടുതൽ കുറച്ച് എഫേർട്ട് എടുക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ബുക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ ബുക്ക് വായിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഈ ബുക്കിലെ ഏതെങ്കിലും ഒരു പേജ് നിങ്ങൾക്ക് റാൻഡം ആയിട്ടൊരു പേജ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കൂടി നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും, നമുക്ക് ആരെങ്കിലും ഒരു പേഴ്സണോട് നമ്മളൊരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്കൊരു സൊല്യൂഷൻ തരുന്നത് എങ്ങനെയായിരിക്കും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബുക്കിൽ നിന്ന് കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ദ സീക്രട്ട് എന്ന ബുക്ക് അത്രയും വേർത്ത് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ അത് അറിയാൻ പറ്റുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഇഷ്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അവർ വായിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതർ കാറ്റഗറി എന്ന് പറയുന്നത് ലൈഫിൽ എന്നും പോസിറ്റീവായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവര്, അങ്ങനെയുള്ളവർക്കും ഈ ബുക്ക് വായിക്കാം. ഇതിന്റെ രണ്ടിലും മിഡിലിരിക്കുന്ന ആളുകൾ വായിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇതിലുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ബുക്ക് ഏത് പ്രായക്കാർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. സിമ്പിൾ വേയിലാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും.